ഹായ് ഹലോ. അങ്ങനെ നമ്മുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് ബാച്ചായിട്ട് പോയതിൻ്റെ അപ്പോൾ ഞങ്ങളങ്ങനെ ബസ് അത് നിൽക്കലിരിക്കുകയാണ് സോറി. അങ്ങനെ അപ്പോൾ ഇത് നമ്മുടെ ബസ് എത്തിയിട്ടുണ്ട്. വളരെ നല്ലൊരു വിൻറ്റേജ് മോഡൽ ബസ്, KSRTC ആയതുകൊണ്ട് പ്രിയദർശനെല്ലാം. പക്ഷെ വളരെ നല്ല രസം, ഒരു പ്രത്യേക ഒരു ഡിസൈൻ അല്ലേ, നമ്മൾ ഇതുവരെ കാണാത്തൊരു ടൈപ്പ്. നല്ല രസമുണ്ടായിരുന്നു ബസ്സിലെ ആ ഒരു യാത്ര. KSRTC ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ചില പ്രൈവറ്റ് ബസ്സൊക്കെ ആയിരിക്കുന്നു. ഈ കളർ KSRTCൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ എന്ന് തന്നെ ഞാൻ പറഞ്ഞല്ലോ. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഭംഗി എന്ന് പറയുന്നത് നമ്മൾക്ക് അതിൻ്റെ ഒരു കാടിൻ്റെ ആ ഒരു ഗ്രീനറിയാണ്. അതേ നമ്മളവിടെ ചെന്നപ്പോൾ നമുക്ക് ശരിക്കും ഓൾഡ് ഏജ് ഹോമിൽ പോയൊരു ഫീലായിരുന്നു. ഓക്കെ, പാവം വയ്യാണ്ട് കിടക്കുന്നൊരു കടുവ. അയ്യോ, അതിനെ കണ്ടാൽ നമുക്ക് തന്നെ വിഷമമായി കണ്ടിട്ട്. പിന്നെ ഇതിനെ കണ്ടപ്പോഴാണ് കൊടുത്ത കാശ് കുറച്ചെങ്കിലും മുതലായെന്ന് തോന്നിയത് കേട്ടോ. ശരിക്കും രസമായി. പിന്നെ ഞങ്ങൾ പതക്കെ എഴുന്നേൽപ്പിക്കാൻ നോക്കിയത്, പതക്കെ എണീറ്റു അത്. പിന്നെ ഞങ്ങൾ നോക്കിയത് വളരെ അകലെ കിടക്കുന്നത് ഒരു പുലി കിടക്കണ്ടായിരുന്നു. അതിനെ കണ്ടു. ഇങ്ങനെ കണ്ട പുലിയുടെ ഒരു ഷോട്ടാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ട് കാണാൻ പറ്റിയതാണ് ഇത്രയെങ്കിലും വെറുത്തായിട്ട് നമുക്ക് ഫീൽ ചെയ്തത്. അല്ലെങ്കിൽ ചുമ്മാ ഒരു കാനന ഭംഗി കണ്ട് നടക്കേണ്ടി വന്നേനെ. കണ്ടാവും എന്തെന്നൊക്കെ അവൻ്റെ വരവ്. ഏയ് കാണുമ്പോൾ ഒരു രാജഗീതില്ലേ, അടിപൊളി. ഇത് കണ്ടപ്പോൾ കുറച്ച് സമാധാനമായിട്ട്, കാരണം നമ്മളങ്ങനെ വലിയ വലിയ മൃഗങ്ങളൊന്നും കണ്ടിട്ടുണ്ടായില്ല. അപ്പോൾ ഇതിങ്ങനെ കുറേ നേരം ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. പിന്നെന്താണ്, പിന്നെ കാട്ടുപോത്ത് വലിയ കാര്യമൊന്നുമില്ല. ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ അതൊക്കെ കണ്ട് ശരിക്കും നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ കാട്ടുപോത്തിനെയൊക്കെ കാട്ടിൽ തന്നെ. പിന്നെ കാട്ടുപോത്ത് കാട്ടിലാണല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു വഴി കൂടെയൊക്കെ നടന്ന് പോയി അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടെ ഉണ്ടായിരുന്ന കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു. ഇതെന്താണെന്ന് ഞാൻ മറന്നു പോയിട്ടാണ്, കണ്ടിട്ടാണെങ്കിൽ ഒന്നും മനസ്സിലാവണമില്ല. അങ്ങനെ പിന്നെ കണ്ട് എന്താന്ന് നോക്കി നല്ല രസമില്ലേ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഏറ്റവും അവസാനം ബസ് ഇറങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു ഏറ്റവും നല്ലത് ബസ്സിൽ പോകുന്നതാണ് ഏറ്റവും നല്ലത് ഇവിടെ പോവുകയാണെങ്കിൽ. പിന്നെ അധികം മൃഗങ്ങളൊന്നും ഇപ്പം ഇല്ല. ഇനി ഇപ്പം ഇപ്പോൾ ഒന്നും എനിക്കറിയാം, അത് പോയതൊരു കുറച്ച് നാളായി. അപ്പം അതുകൊണ്ട് ബസ് എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ കുറച്ച് നേരം ഒന്ന് കാടിൻ്റെ ഭംഗിയൊക്കെ കണ്ട് നടക്കണമെങ്കിൽ നല്ലൊരു പ്ലേസാണിത്. മൃഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു രസം ഉണ്ടാവും. അപ്പം അതാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. ഈ ഷോട്ടൊക്കെ മെജിൻ്റെ ആട്ടോ. എന്താ ഷോട്ട് മെജിൻ്റെ. ഓക്കെ, അപ്പോൾ അവിടുന്ന് ഞങ്ങൾ നേരെ പോകുന്നത് നമ്മൾ ഹൈലൈറ്റ് മാളിലേക്കാണ്. കാരണം നമുക്ക് ഇനി കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ഹൈലൈറ്റ് മാളിൽ പോയി. പിന്നെ നമ്മുടെ പണ്ടത്തെ ചൈൽഡ്ഹുഡ് ഗെയിം കാർ ഓടിച്ച് കളിക്കുക. അയ്യോ ഭയങ്കര രസമായിരുന്നു കേട്ടോ. പണ്ടൊന്നത് കളിക്കുമ്പോൾ നമുക്ക് മര്യാദയ്ക്ക് കാർ ഓടിക്കാൻ അറിയില്ലായിരുന്നു. പിന്നെ കാർ ഓടിക്കാൻ അത്യാവശ്യം അറിയണോണ്ട് നല്ല രസമായിരുന്നു ആ ഒരു സമയം. എനിക്കാണെങ്കിൽ എൻ്റെ കാല് വലുതായതുകൊണ്ട് പുറത്തായിരുന്നു. പിന്നെ അവിടെ കയറി ഒരു 3D സാധനം കണ്ടു. പിന്നെ അവിടുത്തെ ഗെയിം സെഷനിൽ കയറിയിട്ട് ഞങ്ങൾ കുറേ നേരം ഗെയിമൊക്കെ വെച്ച് കളിച്ച് ഇങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ ബാച്ചുകാരായിട്ട് പോയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ ആഘോഷിക്കണേ. പിന്നെ അതിൻ്റെ ഇങ്ങനത്തെ ഒരു റൈഡിലൊക്കെ പോയി അങ്ങനെ ആഘോഷിച്ച് അവസാനിച്ചു. ഓക്കെ, താങ്ക് യു.